ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ വാലി. നമുക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചൊന്ന് ഉറക്കം എണീച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയിൽ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യം അത് ഭയങ്കര തമാശയായിരുന്നു. പിന്നെ പിന്നെ അത് ആ സെയിം സാധനം തന്നെ അതത്ര തമാശയല്ല. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നലെ നൈറ്റ് തോന്നിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുതരാവേ. ഒരു കുഞ്ഞി മോൻ, അവന് എത്രയല്ല 9-ലോ 10-ലോ എന്തോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ ഈ ഭാഗത്തായിട്ട് മുറിഞ്ഞിട്ട് ബ്ലഡ് ആയിട്ട് വന്നു. അപ്പോൾ എന്താ ആക്സിഡന്റ് ആണോ അതോ ഇനി ആരെങ്കിലും മർദ്ദിച്ചാണോ എന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ എന്താ പ്രശ്നം എന്താന്ന്. അപ്പോൾ സമയം ഏകദേശം ഒരു 2-2:30 മണിയായി കാണും നൈറ്റ്. അന്നേരം ഇവന്റെ അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിയും കൂടി ഉണ്ട്. ഇവര് പറയാന്ന് ചെക്കൻ ഫ്രീ ഫയർ കളിക്ക് ഭയങ്കര അഡിക്റ്റാണ്. രാത്രി ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏതോ ഒരു കളി ഇരുന്ന് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തോറ്റപ്പോൾ ആ ദേഷ്യത്ത് ചാടി എണീച്ചത് മുകളിലായിട്ടൊരു ഒരു 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 എന്താ പറയുക, ഒരു കബോർഡ് പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിലിടിച്ചിട്ട് തല പൊളിഞ്ഞിട്ട് വന്നു. ആദ്യം ഇത് കേട്ടപ്പോഴത്തേന് ഭയങ്കര തമാശയായിട്ട് തോന്നി. പക്ഷെ എന്നിട്ട് ഒരു മിനിറ്റിനുള്ളിൽ അവൻ്റെ അമ്മ പൊട്ടിക്കരയാണ്. അത് എന്ത് ചെറുക്കൻ എന്തോരം നന്നായിട്ട് പഠിച്ചോണ്ടിരുന്നു. ഇപ്പം അവന് ആ ഗെയിമും ആ ഫോണും മാത്രം മതി എന്ന് പറഞ്ഞ് കരച്ചിലാണ്. ഇതിനു മുന്നേ ക്ലാസ് ഫസ്റ്റൊക്കെ ആയിരുന്നു, ഇപ്പൊ പഠിക്കുന്നില്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാനും എൻ്റെ കോ ഡോക്ടറും കൂടെ അവൻ്റെ അടുത്ത് വഴക്ക് തമാശ രീതിയിൽ പറഞ്ഞു, ഇനി ഇങ്ങനെ ചെയ്യരുത്, നിന്റെ അമ്മ മറ്റൊരാളുടെ മുന്നിൽ വന്ന് കരയുന്നത് കാണുന്നില്ലേ നീ. അപ്പൊ ആ ചെക്കനും കരയാൻ തുടങ്ങി. അപ്പൊ എന്താ എന്താ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നിങ്ങൾ ഗെയിമൊക്കെ കളിച്ചോ? ഗെയിമൊക്കെ കളിക്കുന്നത് നല്ല തന്നെയാണ്, നമുക്കൊരു മനസ്സ് റിലാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മറ്റൊരാളുടെ മുന്നിൽ വന്ന് കരയുന്ന രീതിയിൽ അത് അത്ര എക്സ്റ്റെൻഡിലേക്ക് കൊണ്ടുവരുത്. അല്ലെങ്കിൽ ഈ നമ്മുടെ സ്ട്രീമേഴ്സിനെ പോലെ സ്ട്രീമൊക്കെ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയ മാതാപിതാക്കൾക്ക് അവരുടെ ലൈഫ് സെറ്റിലാക്കാനോ സെക്യൂർ ആക്കാനായിട്ടൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ചു. അല്ലാത്ത പക്ഷം ഒരു പരിധിയൊക്കെ വെക്കണേ. നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത് അയച്ചു കൊടുക്കും. ചിലപ്പം അവർക്ക് മനംമാറ്റം വന്നാലോ.